പോയിട്ട് വരാവേ. അയ്യോ, ഞാനിവിടെ ഫോൺ വെക്കാൻ പോയതാ. അയ്യോ, നമ്മളെങ്ങോട്ട് പോവാ? സുരേന്ദ്ര ഹാസ് അറൈവ്ഡ്. ഞാൻ ഏതോ ഭാഷയാണെന്ന് പേടിച്ച് ഞങ്ങൾ ഗേൾ സ്റ്റേജിന് പോവാണ് ഗൈസ്. ഒരു മണി. ടൈം ഈസ് 4:44. ഡ്രോപ്പ് അങ്ങനെ ഉബറിൽ കയറി നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി. ഞങ്ങൾ ദേ ഫിനിക്സ് മോളിലെത്തി. വീക്കെൻഡ് പോയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ നേരെ ചെന്നത് ഒരു ബുക്ക് സ്റ്റോളിലാട്ടോ. നടക്കുന്ന വഴി ഒരു ബുക്ക് സ്റ്റോൾ കണ്ട് കയറിയതാ. കുറേ നേരം അവിടെ ഇവിടെ ഓരോന്നൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ 2 ജേർണൽ ബുക്സ് മേടിച്ചു. അതായത് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡോട്ട് ജേർണൽ 2 കണ്ടപ്പോൾ മേടിച്ചേ. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ലൈഫ് സ്റ്റൈലിലേക്കാണ് പോയത്. ലൈഫ് സ്റ്റൈലിൽ പോയിട്ട് എന്താ അവിടെ ബൈ ടു ഗെറ്റ് വൺ, അതായത് ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ ബൈ ടു ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ലിപ്സ്റ്റിക്കും പിന്നെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് നേരം എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ മിനിസോ കണ്ട അതിൽ കയറാതെ ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി, പക്ഷെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ പുറത്ത് വന്നപ്പം വാൻ ഹ്യൂസിൻ്റെ മുമ്പിൽ ഒരാളിരുന്ന് പാട്ടും പാടുന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വാൻ ഹ്യൂസനിൽ ഇത്രയും ക്യൂ ഒക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കുറേ ടൈം കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ജ്യൂസും പിന്നെ ഒരു നൂഡിൽസും മേടിച്ച് അതെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം 2 മേടിച്ചാൽ വേസ്റ്റായി പോകും. പിന്നെ ഹൗ ടു ഈറ്റ് നൂഡിൽസ് ആണ് മിസ് ആശാ മറിയം റോയ് നമുക്കിത് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതെ, ഞാൻ നൂഡിൽസിൽ പ്രൊഫഷണൽ ആണെന്നൊക്കെ പറഞ്ഞ് കഴിച്ച് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് എനിക്ക് ഇത്രയും നാൾ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും ലൈഫ് സ്റ്റൈലിൽ കയറി കുറേ നേരം എന്താ പറയുക കറങ്ങി തിരിഞ്ഞ് കുറേ ഫോട്ടോസും കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പം മാഗ്നോളിയ കയറി ഒരു ട്രഷ്ലെഷസ് കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ റേറ്റ് കാരണം കഴിച്ചില്ല. അപ്പം ഇന്നത്തെ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ വി ആർ മോളിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞ് സ്റ്റോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ സ്നേപ്പിനെ കണ്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് സ്നേപ്പിനെ മേടിച്ചില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റെസിൻ ആർട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ വേണമെന്നുള്ള ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾ വൈകാണ്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ബട്ടർ കോണും മേടിച്ച് നൈസായിട്ട് വീട്ടിൽ പോയി. അതെ, ബട്ടർ കോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടർ കോൺ മേടിക്കുക അത് നിർബന്ധമാണ് ആശാ മറിയ റോയ്ക്ക്. ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ബട്ടർ കോണൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പം എന്താ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.